ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള 5 കാര്യങ്ങൾ പറയാനാണ് വന്നത്. നിങ്ങൾക്കൊരു PSC റാങ്ക് ലിസ്റ്റ് കയറാൻ, ഒരു റാങ്ക് ഹോൾഡർ ആവാൻ, നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ ഈ 5 കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. നമുക്കിപ്പം എന്നും ഇപ്പോൾ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെന്ന രീതിയിൽ നമുക്ക് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് വളരെ പാടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, എന്നും പഠിക്കുക എന്നുള്ളത്. അതായത് തീരെ വയ്യാത്തൊരു ദിവസമാണെങ്കിൽ പോലും നമ്മൾ ഒരു സെൻറ്റൻസ് എങ്കിൽ ഒരു സെൻറ്റൻസ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ, അതെങ്കിലും പഠിക്കുക. അങ്ങനെ ഡെയിലി പഠിക്കുക. അതായത് എന്നും പഠിക്കുക. പറ്റുന്ന ദിവസം, മൂടുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം 5-6 മണിക്കൂറോളം പഠിക്കുക. തീരെ പഠിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ ഒരു സെൻറ്റൻസ് എങ്കിൽ ഒരു സെൻറ്റൻസ് വായിച്ച് അതൊരു ചെയിൻ ആക്കുക. ആ ഒരു ചെയിൻ്റെ ഒരു ദിവസം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു കണ്ണി ബ്രേക്കായി പോകും. അങ്ങനെ ആ കണ്ണി ബ്രേക്കാവാതെ ഡെയിലി പഠിച്ച് ഒരു ചെയിൻ ആക്കുക. അങ്ങനെ നമ്മൾ ഇവൻച്വലി നമ്മൾ ആ വിൻ ചെയ്യുക എന്ന് പറയുന്ന ആ ട്രാക്കിലോട്ട് നമ്മൾ കയറിയിരിക്കും. കൺസിസ്റ്റൻസി അതാണ് ഏറ്റവും മേജറായിട്ട് നിങ്ങൾ ആസ് എ PSC ആസ്പിറൻറ്റ് ഓർ എനി വാട്ടെവർ മേ ബി കോമ്പറ്റേറ്റീവ് എക്സാം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, കൺസിസ്റ്റൻസിയാണ് കീ ടു സക്സസ് എന്ന് പറയുന്നത്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഒരു വീഡിയോ ഒന്നും നോക്കിയിട്ടല്ല പറയുന്നത്. ഞാൻ എങ്ങനെയാണ് വിജയം കരസ്ഥമാക്കിയത് അതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് റിവിഷൻ. അതൊരു ലൂപ്പാക്കുക. റിവിഷൻ എന്ന് പറഞ്ഞൊരു ലൂപ്പാക്കുക എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു സബ്ജക്റ്റ് പഠിച്ചു, നാളെ ഞാൻ വേറൊരു സബ്ജക്റ്റ് പഠിച്ചു, അതിൻ്റെ അടുത്ത ദിവസം വേറൊരു സബ്ജക്റ്റ് പഠിച്ചു, എഗെയിൻ ഞാൻ ഇന്ന് പഠിച്ച സബ്ജക്റ്റ് വീണ്ടും റിവൈസ് ചെയ്യുക അടുത്ത ദിവസം. അങ്ങനെ വീണ്ടും ഇതൊരു ലൂപ്പ് പോലെ ഫോം ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് PYQs. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാമോ അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് മാക്സിമം PYQs വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു 50% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏതൊരു PSC എക്സാം എടുത്താലും കുറച്ചൊരു പോർഷൻ PYQs തന്നെയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ PYQs ഒന്നും തന്നെ നഷ്ടപ്പെടാൻ പാടില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും PYQs എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യുക. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് മോക്ക് എക്സാം. നിങ്ങൾക്കിപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് PYQs എല്ലാം കളക്ട് ചെയ്ത് പഠിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എക്സാം ഹാളിലാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് അൺനോൺ ആയിട്ടുള്ള പോർഷൻസ് കണ്ടുപിടിക്കുക, അത് പഠിക്കുക. ലാസ്റ്റ് വൺ ഈസ് ടൈം ടേബിൾ. ഇതെല്ലാം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടൈം ടേബിൾ വേണം. നിങ്ങൾക്ക് അങ്ങനെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞൂടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ അത് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇത് ആവശ്യമായിട്ടുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പഠിക്കുന്ന കൂട്ടുകാർക്കോ എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.